ഹായ് ഗായ്സ്, എല്ലാവർക്കും കെ ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സിൻ്റെ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഞാൻ പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന പോർഷനിൽ ചില ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി എന്ന ബുക്കിൻ്റെ ചാപ്റ്റേഴ്സ് 13 to 15 ഒരു ചെറിയൊരു സമ്മറിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാപ്റ്റർ 12 വരെ നമ്മുടെ ഈ നോവലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ ഒറ്റ പാരഗ്രാഫിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 13 സമ്മറി ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷനും കിട്ടും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി ഇസ് റിട്ടൺ ബൈ റോൾഡ് ഡാഹൽ. റോൾഡ് ഡാഹൽ എഴുതിയ ഒരു നോവലാണ് ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. 1964 ഇത് പുറത്തു വരുന്നത്. ചിൽഡ്രൻസ് നോവലാണിത്. The plot centers on Charlie Bucket, Mr. Willy Wonka and the chocolate factory. അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയും മിസ്റ്റർ വില്ലി വോൺകയും ചാർലി ബക്കറ്റിനെയും ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. ചാർലി ഈസ് എ പുവർ ബോയ്. ചാർലി ബക്കറ്റ് പാവപ്പെട്ട ഒരു കുട്ടിയാണ്. He sees Mr. Willy Wonka's chocolate factory when he goes to school. അവൻ സ്കൂളിലോട്ട് പോകുമ്പോൾ അവൻ മിസ്റ്റർ വില്ലി വോൺകയുടെ ചോക്ലേറ്റ് ഫാക്ടറി എപ്പോഴും കാണുമായിരുന്നു. One day, Willy Wonka announced that he had hidden 5 golden tickets in 5 chocolate bars. ഒരു ദിവസം വില്ലി വോൺക ഒരു അനൗൺസ്മെന്റ് നടത്തും. അനൗൺസ്മെന്റ് ഇതാണ്: അദ്ദേഹം 5 ഗോൾഡൻ ടിക്കറ്റുകൾ 5 ചോക്ലേറ്റ് ബാർസിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. Those children who get the tickets can visit the chocolate factory and the factory will present its products for a lifetime. അപ്പോൾ ഈ ഗോൾഡൻ ടിക്കറ്റ് ഏത് കുട്ടികൾക്കാണോ കിട്ടുന്നത് അവർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒരു സന്ദർശനം ചെയ്യാൻ വരാം. അതുപോലെ ഈ കുട്ടികൾക്ക് ഈ ഫാക്ടറിയിലെ പ്രോഡക്റ്റുകൾ ജീവിതകാലം മുഴുവനും ഉപയോഗിക്കാനും സാധിക്കും. Charlie Bucket buys 2 chocolate bars and gets the golden ticket from the second chocolate bar. അങ്ങനെ നമ്മുടെ ചാർലി ബക്കറ്റ് 2 ചോക്ലേറ്റ് ബാർസ് വാങ്ങിക്കുന്നു. അതിൽ രണ്ടാമത്തെ ചോക്ലേറ്റ് ബാറിൽ നിന്നും അവന് ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നു. ഇനി നമ്മൾ ചാപ്റ്റർ 13 സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. The title of chapter 13 is The Big Day Arrives. ചാപ്റ്റർ 13 തലക്കെട്ടെന്ന് പറയുന്നത് ദ ബിഗ് ഡേ അറൈവ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വലിയ ദിവസം വന്നെത്തി. എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ സമ്മറിയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് മോർണിംഗ്. രാവിലെയാണ്. എ ക്രൗഡ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് വില്ലി വോൺകാസ് ചോക്ലേറ്റ് ഫാക്ടറി. വില്ലി വോൺകയുടെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ പുറത്ത് ഒരു കൂട്ടം ജനങ്ങൾ നിൽക്കുന്നു. They are eager to see Mr. Willy Wonka and the 5 children who get the golden tickets. അപ്പോൾ മിസ്റ്റർ വില്ലി വോൺകയും ഗോൾഡൻ ടിക്കറ്റ്സ് നേടിയ 5 കുട്ടികളെയും കാണാനാണ് അവരവിടെ നിൽക്കുന്നത്. The children except Charlie Bucket come there with their parents. അപ്പോൾ ചാർലി ബക്കറ്റ് പോയിട്ടുള്ള ബാക്കി കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയുടെയും കൂടെയാണ് വന്നിട്ടുള്ളത്. The crowd starts to introduce the children. അപ്പോൾ ഈ ജനക്കൂട്ടം തന്നെ ഓരോ കുട്ടികളെയും വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. Violet Beauregard is a girl who has been chewing gum for 3 months. Violet Beauregard എന്ന പെൺകുട്ടി ഒരേ ചൂയിങ് ഗം 3 മാസമായിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഗോൾഡൻ ടിക്കറ്റ് കിട്ടി എന്നവരവിടെ പറയുന്നു. അടുത്തവരെ വിളിക്കുന്ന പേരാണ് ഓഗസ്റ്റസ് ഗ്ലൂപ്പ്. അവൻ്റെ പ്രത്യേകത നമുക്ക് എന്താണെന്ന് നോക്കാം. ഓഗസ്റ്റസ് ഗ്ലൂപ്പ് ഈസ് എ ബിഗ് ഫാറ്റ് ബോയ്.
അഗസ്റ്റസ് ഗ്ലൂപ്പ് കുറച്ച് ചബ്യായ ഒരു പയ്യനാണ്. മൈക്ക് ടീവ് ഹാസ് ടോയ് പിസ്റ്റൾസ് ആൻഡ് വിയേഴ്സ് എ വിൻഡ് ചീറ്റർ. മൈക്ക് ടിവിക്ക് കളിപ്പാട്ടത്തിലുണ്ടാക്കിയ കൈത്തോക്കുകൾ ഉണ്ട്, അത് അവൻ അവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. പിന്നെ അവൻ ധരിച്ചത് ഒരു വിൻഡ് ചീറ്റർ ആണ്. വിൻഡ് ചീറ്റർ എന്ന് പറയുന്നത് ഒരു ജാക്കറ്റ് ആണ്. അത് ചാറ്റൽ മഴയിൽ നിന്നും കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പിൽ നിന്നും ഒരു വ്യക്തിയെ സഹായിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ഫാക്ടറിയുടെ പുറത്ത് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. നെക്സ്റ്റ് they talk about Veruca Salt, whose father runs a peanut factory. അടുത്തതായിട്ട് ഈ ജനക്കൂട്ടം വെറുക്ക സോൾട്ടിനെ പറ്റിയാണ് പറയുന്നത്. അവളുടെ അച്ഛന് ഒരു പീനട്ട് ഫാക്ടറി ഉണ്ട്. പീനട്ട് എന്ന് പറയുമ്പോൾ കപ്പലിന് ഉണ്ടാക്കുന്ന ഫാക്ടറി. He does anything for her. മകൾക്ക് വേണ്ടി ഈ അച്ഛൻ എന്തും ചെയ്യും. He bought loads of chocolate bars to get the golden ticket. ഈ ഗോൾഡൻ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി അയാൾ ഒരുപാട് ചോക്ലേറ്റ് ബാറുകൾ വാങ്ങിച്ചു. Finally, the crowd introduces Charlie Bucket, who is standing with Grandpa Joe. അവസാനം അവര് ചാർലി ബക്കറ്റിനെ പറ്റി പറയുന്നുണ്ട്. ചാർലി ഗ്രാൻഡ്പ ജോയുടെ കൂടെയാണ് അവിടെ വന്നത്. ഹി സ്ലിം ആൻഡ് മെലിഞ്ഞതാണ്. At 10 AM, the gates of the chocolate factory open. 10 മണിയായപ്പോഴേക്കും ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഗേറ്റുകൾ തുറക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ 13 നിന്നും നമുക്ക് ഈ 5 കുട്ടികളെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ സമ്മറി നോക്കാം. സമ്മറി ഓഫ് ചാപ്റ്റർ 14. The title of chapter 14 is Mr. Willy Wonka. മിസ്റ്റർ വില്ലി വോൺക എന്നാണ് 14ാമത്തെ ചാപ്റ്ററിന്റെ തലക്കെട്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് മിസ്റ്റർ വില്ലി വോൺകയെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മിസ്റ്റർ വില്ലി വോൺകയെ പറ്റി പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. The writer describes Willy Wonka as a little man with vibrant eyes. അപ്പോൾ എഴുത്തുകാരൻ വില്ലി വോൺകയെ വിശേഷിപ്പിക്കുന്നത് ഒരു ചെറിയ മനുഷ്യനായിട്ടാണ്. പക്ഷെ അയാൾക്ക് നല്ല തിളക്കമുള്ള കണ്ണുകളുണ്ട്. ആ തിളക്കമുള്ള കണ്ണുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്യൂരിയോസിറ്റി. He has a beard and is wearing a tailcoat and dark green trousers. അദ്ദേഹത്തിന് താടിയുണ്ട്, പിന്നെ ടെയിൽ കോട്ട് അദ്ദേഹം ധരിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിന് ഇരുണ്ട പച്ച നിറത്തിലുള്ള ട്രൗസേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ട്രൗസറിൻ്റെയും പാൻറ്റിൻ്റെയും വ്യത്യാസം അറിയായിരിക്കും. He carries a cane. അദ്ദേഹം ഒരു ചൂരൽ വടിയും കയ്യിൽ കൊണ്ട് നടക്കുന്നു. അതിന് ഗോൾഡൻ കവറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. He is energetic, clever and friendly. അദ്ദേഹം ഭയങ്കര ആക്റ്റീവാണ്, ബുദ്ധിമാനാണ്, അതുപോലെ എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടിയാണ് പെരുമാറുന്നത്. He happily welcomes the 5 children and their families. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി 5 കുട്ടികളെയും അവരുടെ കുടുംബത്തെയും ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. Mr. Willy Wonka asked the children to introduce themselves one by one and display the golden ticket. അപ്പോൾ മിസ്റ്റർ വില്ലി വോൺക ഈ കുട്ടികളോട് പറയുന്നുണ്ട്, ഓരോരുത്തരായിട്ട് അവർ ആരാണ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഗോൾഡൻ ടിക്കറ്റ് അയാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാനും പറയുന്നു. ഓഗസ്റ്റസ് ഗ്ലോബ്, വെറുക്ക സോൾട്ട്, വയലറ്റ് ബൗഡിഗാർഡി, മൈക്ക് ടിവി ആൻഡ് ചാർലി ബക്കറ്റ് പ്രസന്റ് ദംസെൽവ്സ് ടു ഹിം. അങ്ങനെ ആദ്യം ഓഗസ്റ്റസ് ഗ്ലോബ്, അടുത്ത വെറുക്ക സോൾട്ട്, പിന്നെ വയലറ്റ് ബൗഡിഗാർഡി, മൈക്ക് ടിവി, അവസാനം ചാർലി ബക്കറ്റ്. അവരാരൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീസ് ഫണ്ണി. അദ്ദേഹം ഭയങ്കര കോമഡിയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഫോർ ഇൻസ്റ്റൻസ്, വെൻ വെറുക്ക സോൾട്ട് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്, വില്ലി വോൺക മേക്സ് എ ജോക്ക് ഓവർ ഹെർ നെയിം വെറുക്ക. അതിന് ഉദാഹരണമാണ്, വെറുക്ക സോൾട്ട് അവൾ ആരാണെന്ന് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അവളുടെ പേരിനെ വെച്ചിട്ടൊരു തമാശ പറയുന്നുണ്ട്. ഹി ഈസ് വെരി കീൻ ആൻഡ് അപ്ഡേറ്റഡ്. അദ്ദേഹം എല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തിന് ഈ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം.
One can understand these qualities when he says that Charlie got the golden ticket the previous day. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചാർലി ബക്കറ്റിന് ഗോൾഡൻ ടിക്കറ്റ് ഈ ഫാക്ടറിയിൽ വരുന്നതിന് തലേ ദിവസമാണ് കിട്ടുന്നത്. അത് ഇദ്ദേഹം ചാർലി ബക്കറ്റിനോട് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം വളരെ അപ്ഡേറ്റഡ് ആണ്. ഹിസ് കോർഡിയൽ ടു, അദ്ദേഹം മുതിർന്നവരോട് വളരെ നന്നായിട്ടാണ് പെരുമാറുന്നത്. ഹിസ് ട്രീറ്റ്മെന്റ് ടുവേർഡ്സ് ഗ്രാൻഡ് പാ ജോ ഷോസ് ദിസ്. ഗ്രാൻഡ് പാ ജോയോട് അദ്ദേഹം പെരുമാറുന്നതിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം. ഗേറ്റ്സ് ആർ ക്ലോസ്ഡ്. അങ്ങനെ അവസാനം ആ ഫാക്ടറിയിലെ ഗേറ്റുകൾ അടയ്ക്കുന്നു. മിസ്റ്റർ വില്ലി വോൺക ടേക്സ് ദ ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി ടു ഷോ ദ ഫാക്ടറി. അപ്പോൾ ഈ ഫാക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടി മിസ്റ്റർ വില്ലി വോൺക ഈ കുട്ടികളെയും അവരുടെ കുടുംബത്തിനെയും കൊണ്ടുപോകുന്നു. ഈ കുട്ടികളും കുടുംബവും കൂടെ ചേർന്ന് ടോട്ടൽ 14 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. They reach inside the factory. അവർ ഫാക്ടറിയുടെ അകത്ത് എത്തുന്നു. It is warm, not cold. ഈ ഫാക്ടറിയുടെ അകത്ത് തണുപ്പില്ല, എന്താണ്, ചൂടാണുള്ളത്. ഭയങ്കര ചൂടല്ല, ഇളം ചൂട്. Mr. Willy Wonka says that his workers, Oompa Loompas, cannot withstand the cold climate. അപ്പോൾ മിസ്റ്റർ വില്ലി വോൺക അവരോട് പറയുന്നു, ഈ ഫാക്ടറിയിലെ ജോലിക്കാര് ഊംപാ ലൂംപാസ് ആണ്, അവർക്ക് തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ്, അവര് സർവൈവ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ വില്ലി വോൺക ഊംപാ ലൂംപാസിന്റെ പേര് പറയുന്നത് ചാപ്റ്റർ 15 അവസാനമാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. The visitors hear the sounds of the machines. അപ്പോൾ ഈ സന്ദർശകര് മെഷീനുകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു. They smell the aroma of coffee, mint, melting chocolate, etc. അപ്പോൾ അവർക്ക് കോഫിയുടെയും പുതിനയിലയുടെയും ഉരുകിയ ചോക്ലേറ്റിന്റെയും മണം അനുഭവപ്പെടുന്നു. മിസ്റ്റർ വില്ലി വോൺക ടേക്സ് ദം ടു ദി അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഈ ഫാക്ടറിയുടെ അടിയിലുള്ള റൂമിലേക്ക് മിസ്റ്റർ വില്ലി വോൺക ഇവരെ കൊണ്ടുപോകുന്നു. He informs that the main rooms of the factory are in the underground because it is vast. അപ്പോൾ അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട്, ഈ ഫാക്ടറിയിലെ പ്രധാനപ്പെട്ട റൂമൊക്കെ ഈ ഫാക്ടറിയുടെ അടിയിലാണ്, കാരണം ഈ അണ്ടർഗ്രൗണ്ട് ഭയങ്കര വിശാലമാണ്, അവിടെ സ്ഥലമുണ്ട്. As the chapter ends, Mr. Willy Wonka and the company reach in front of a room named the Chocolate Room. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ അവസാനം മിസ്റ്റർ വില്ലി വോൺകയും ഈ കുട്ടികളും കുടുംബവും ചോക്ലേറ്റ് റൂമിന്റെ മുന്നിലെത്തുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ ചാപ്റ്ററിൽ നമുക്ക് മിസ്റ്റർ വില്ലി വോൺകയെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. ദെൻ വർക്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലായി, അവർക്ക് എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ആ ഫാക്ടറിയെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ചാപ്റ്റർ 15 സമ്മറി നോക്കാം. The title of chapter 15 is The Chocolate Room. The Chocolate Room എന്നാണ് ചാപ്റ്റർ 15 തലക്കെട്ട്. ഇനി അങ്ങോട്ട് ഈ ചോക്ലേറ്റ് റൂമിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്നാണ് ഈ ചാപ്റ്റർ 15 വിവരിക്കുന്നത്. In this chapter, the novelist gives a detailed description of the chocolate room. അപ്പോൾ ഈ ചോക്ലേറ്റ് റൂമിനെ പറ്റി വളരെ വിശദീകരിച്ച് നമ്മുടെ നോവലിസ്റ്റ് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. Before entering this room, Mr. Willy Wonka wants that children should not make any mischief. ഈ റൂമിൽ എത്തുന്നതിന് മുമ്പ് മിസ്റ്റർ വില്ലി വോൺക കുട്ടികളോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവർ എന്താണ്, കുസൃതികളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. He gives importance to cleanliness. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വൃത്തിക്ക് വളരെ നല്ല പ്രാധാന്യമാണ് നൽകുന്നത്. Inside the room there is a river that is flowing beneath a valley. ഈ റൂമിൻ്റെ അകത്ത്
ഒരു താഴ്വരയുണ്ട്. ഈ താഴ്വരയുടെ അടിയിൽ കൂടെ ഒരു നദി പോകുന്നുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത് ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നോവലാണ്. അതുകൊണ്ട് ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരും. The color of the river is brown because instead of water it consists of melted chocolates. അപ്പോൾ ഈ നദിയിലെ ഒഴുകുന്ന ആ ലിക്വിഡ് ഫോമില്ലേ, അതിൻ്റെ നിറമെന്ന് പറയുന്നത് ബ്രൗൺ നിറമാണ്. കാരണം അവിടെ വെള്ളമല്ല ഒഴുകുന്നത്, ഉരുകിയ ചോക്ലേറ്റുകളാണ്. There is a waterfall that plays a crucial role in the factory's chocolate making adjacent to the river. ഈ ഫാക്ടറിയിലെ ചോക്ലേറ്റ് ഉൽപാദനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം. It combines the chocolates. ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലെ ചോക്ലേറ്റുകളെയൊക്കെ മിക്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പണി. There are immense glass pipes that take this brown water and deliver it to other rooms where these chocolates are needed. അപ്പോൾ ഈ നദിയിൽ വലിയ വലിയ ഗ്ലാസ് പൈപ്പുകളുണ്ട്. ഈ ഗ്ലാസ് പൈപ്പുകൾ ഈ നദിയിലെ ബ്രൗൺ വാട്ടറിനെ വലിച്ചെടുക്കുകയും ചോക്ലേറ്റുകൾ ആവശ്യമായ റൂമിലേക്ക് ഇത് ചോക്ലേറ്റുകളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ബ്രൗൺ വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഉരുകിയ ചോക്ലേറ്റുകൾ. There are trees and shrubs on either side of the river and a meadow in the valley. അപ്പോൾ ഈ നദിയുടെ രണ്ട് വശത്തിലായിട്ട് മരങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു ചെടികളും ഉണ്ട്. അതുപോലെ താഴ്വരയിലെ മനോഹരമായ ഒരു പുൽത്തകിടിയും ഉണ്ട്. This meadow consists of edible buttercups. അപ്പോൾ ഇത് വിവരിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ബട്ടർകപ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. കപ്പിൻ്റെ ആകൃതിയിൽ മഞ്ഞ പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ് ബട്ടർകപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോവലിസ്റ്റ് പറയുന്നത് ഈ പുൽത്തകിടിയിൽ കഴിക്കാൻ പറ്റുന്ന ബട്ടർകപ്സ് ഉണ്ടെന്നാണ്. ഈ ചാപ്റ്ററിൽ തന്നെ മിസ്റ്റർ വില്ലി വോൺക പറയുന്നുണ്ട്, അദ്ദേഹം കഴിക്കാൻ പറ്റുന്ന ബട്ടർകപ്സും അതുപോലെ കഴിക്കാൻ പറ്റുന്ന ഗ്രാസുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന്. Mr. Willy Wonka even says that the grass on which they are standing are eatables. അപ്പോൾ മിസ്റ്റർ വില്ലി വോൺക അവരോട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവർ ഏത് ഗ്രാസിൻ്റെ പുറത്താണോ നിൽക്കുന്നത് ആ ഗ്രാസുകൾ അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. Everyone is amazed by this magical sight. ഈ മനോഹരമായ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടുന്നു. At the end of the chapter, Velga Salt sees Oompa Loompas. ഈ ചാപ്റ്ററിൻ്റെ അവസാനം വെൽഗോ സോൾട്ടാണ് ആദ്യമായിട്ട് കുട്ടികളുടെ ഇടയിലും ആ മുതിർന്നവരുടെ ഇടയിലും ഊമ്പ ലൂംബാസിനെ കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അവർ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരാണ്. They are tiny men with long hair who love to eat cocoa beans and come from Loomba land. അപ്പോൾ ഇവര് ചെറിയ മനുഷ്യരാണ്. ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് അവർ കാൽമുട്ടിനേക്കാളും ചെറുതാണെന്ന്. അവർക്ക് നീണ്ട മുടികളുണ്ട്. അവർക്ക് കൊക്കോ ബീനുകൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ ലൂംബ ലാൻഡിൽ നിന്നാണ് വരുന്നത്. No one sees them going and coming out of the factory. ഈ ഫാക്ടറിയിൽ നിന്നും അവർ പുറത്തു പോകുന്നതും അകത്ത് വരുന്നതും ആരും കാണുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 15. അപ്പോൾ നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സിലും ഈ 5 ചിൽഡ്രൻ അവരുടെ പ്രത്യേകതകൾ നോക്കി വയ്ക്കുക. ദെൻ മിസ്റ്റർ വില്ലി വോൺകയുടെ പ്രത്യേകത, ആ ചോക്ലേറ്റ് റൂമിൻ്റെ പ്രത്യേകത, ചോക്ലേറ്റ് ഫാക്ടറിയുടെ പ്രത്യേകത ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.